ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇന്ന് നമ്മൾ കറക്റ്റ് ഒരു വ്ളോഗിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വ്ളോഗിങ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആവുണ്ടോ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ കുറച്ച് വീഡിയോ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു അതൊന്നും നിങ്ങൾക്ക് വ്ളോഗ് രീതിയിലൊന്നും ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ടെക്നോളജി കൂടി ഉൾപ്പെടുത്താൻ പോക്കോസ്റ്റിൻ്റെ ക്യാമറയിലാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിയർ ക്യാമറയും അതിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റിയുടെ കാര്യം നമുക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൃഷിയുടെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാർച്ച് ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോക്ക്ഡൗൺ കൂടി സ്റ്റാർട്ടായി. ലോക്ക്ഡൗൺ സ്റ്റാർട്ടായ സമയത്ത് വീട്ടിലെല്ലാവരും വെറുതെ ഇരിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറഞ്ഞു, ഡാഡിയാണ് ഇതിനൊരു സ്റ്റാർട്ടപ്പ് കൊടുത്തത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്താ കേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പുല്ലുകളൊക്കെ ഫുള്ള് വൃത്തിയാക്കണം. പിന്നത്തെ കേസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറെ ഗവൺമെന്റിന്റെ മറ്റേ ഇത് കിട്ടില്ല, അതിനെന്താ പറയാ, നമുക്ക് കവർ കിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കണം. നമുക്ക് കുറച്ച് മണ്ണൊന്നും പോരാ, നിറച്ച് മണ്ണ് പറമ്പിൽ നിന്നൊക്കെ ഇത് ചെയ്ത് കോരിയിട്ട് നമ്മൾ ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേ സമയം എടുത്തു, എന്താ പറയുകയാണെങ്കിൽ അത് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കതിനെ കുറച്ച് മടി. ഇപ്പോൾ ഫസ്റ്റ് ആ മുളച്ചു വന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നു. പതുക്കെ ഇൻട്രസ്റ്റ് കൂടി തുടങ്ങി. ചെറുതായിട്ട് പൂക്കൾ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ കാലത്തായിട്ട് തന്നെ പല്ലേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ജസ്റ്റ് നോക്കും ചെടികളൊക്കെ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വീട്ടിൽ പരിപാടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഡെയിലി റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മെയ് 3 കഴിഞ്ഞിട്ടാണ് വല്ലതൊക്കെ പരിപാടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ പോവും. അപ്പോൾ നമുക്ക് റിയർ ക്യാമറയിൽ ഇവിടുത്തെ എന്താണ് വിഷ്വൽസ് എന്നൊക്കെ കാണാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ മമ്മി അവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ കവറുകളിൽ വെച്ചിട്ടുണ്ട്. ചെടി കവറിലായിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കവറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് പച്ചക്കറിയും വഴുതനയും മാത്രമേ വെച്ചുള്ളൂ. ഇപ്പോഴാണ് ഈ പ്രാവശ്യമാണ് ഇത്തിരി കൂടി ലാർജ് സ്കെയിലിൽ ചെയ്തത്. അപ്പോൾ തക്കാളി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. തക്കാളി വലുതാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ ഒരു ചെടിയുമ്പോൾ തന്നെ നമുക്ക് 10-25 മറ്റേ ടൈം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുമാതിരി തന്നെ അങ്ങനത്തെ നമുക്ക് 2-3 ചെടികൾ ഇങ്ങനെ തക്കാളി ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. ഫുള്ള് ഒരു സൈഡിൽ വെണ്ടയ്ക്ക. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 6-7 കിട്ടും വെണ്ടയ്ക്ക. ഇപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വലുപ്പത്തിലായിട്ടുള്ളതൊക്കെ വെണ്ടയ്ക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനയാണ്. അപ്പോൾ ഈ വഴുതനയെ നോക്കണ്ട, ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇപ്പോൾ വെയിലത്ത് നിന്നതിൻ്റെയാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വഴുതനയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആൾ ഉഷാറാവും. പിന്നെ വഴുതന ഇങ്ങനെ പല ടൈപ്പിലുള്ള വഴുതനയുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഗ്രീൻ കളറുള്ള വഴുതനയുണ്ട്, പിന്നെ നമ്മുടെ പിങ്ക് കളറുള്ളത്, പിന്നെ അത് കഴിഞ്ഞാൽ റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ള, അങ്ങനെ ഒരു 4 ടൈപ്പ് വഴുതനയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ വെണ്ടക്കായ ഒരെണ്ണം മുറിച്ചെടുക്കാന്ന് വയ്ക്കുന്നത്. അപ്പോൾ വേണ്ട, അപ്പോൾ നമുക്ക് ഉള്ളതൊക്കെ വെട്ടിക്കാം. മമ്മിയാണ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര എണ്ണം ഉണ്ടാവും നോക്കാം. ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. ഒരു 6-7 കിട്ടും എന്ന് വിചാരിക്കാം. കട്ട് ചെയ്തെടുക്കാം. പഴുതന അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഈ തളർന്ന് നിൽക്കുന്ന നോക്കണ്ട കേട്ടോ. ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉഷാറാവും. അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാട്ടോ. അപ്പോൾ നമ്മളൊരു 2 വഴുതന കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് സാധനങ്ങൾ. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ വെണ്ടയ്ക്ക കിട്ടിയെന്ന് സംശയമുണ്ട്. ഒരു 10 എണ്ണത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടലായിട്ട് ഒരു 5 വഴുതനയും ഒരു 10 വെണ്ടക്കായും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചെടികളുടെ അവിടേക്ക് പോകാം, എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് അടുത്ത് നമ്മൾ പറയുന്നത് പടവലത്തിൻ്റെ സൈഡാണ്. അപ്പോൾ പടവലം നമുക്കൊരു ഈ സൈഡിൽ തന്നെ ഒരു 5-6 ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 4 കടയാണ് വന്നിട്ടുള്ളത്. 4 കടയിൽ നിന്നാണ് ഇത്ര അധികം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇപ്പുറ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പുറ സൈഡിൽ നമുക്ക് കുറേ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 10-12 അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പടവലം ഉണ്ടായി വരാനായിട്ട് ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് വേം എല്ലാ സെറ്റപ്പ് ആയിട്ടോ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു 1 മന്ത് അല്ല 1.5 മാസത്തിൻ്റെ അടുത്ത് എടുത്തു ഒന്ന് ലെവലാവാൻ. അത് കഴിഞ്ഞ് ചെറുതായിട്ടുണ്ടായി. ഒന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം എല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ കയ്പക്കായ ചെടിയാണ് കേട്ടോ. അപ്പോൾ കയ്പക്കായ ഒരു 5 തണ്ടാണ് നട്ടുള്ളത്. അപ്പോൾ അതിന് ഇഷ്ടം പോലെ കയ്പക്കായ നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്കിപ്പോൾ അറൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ കവർ ഇട്ടിക്കുന്നതൊക്കെ
കയ്പക്കായ വന്നിട്ടാണ്. അപ്പോൾ കവർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കയ്പക്കായ്ക്ക് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് ഓലപ്പൊടി വെച്ച് കൊടുത്തു, അത് എമ്മക്കോടെ പിടിച്ച് കയറി. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വല എമ്മക്കോടെ നമ്മൾ അത് വെറുതെ കെട്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഫുള്ളായിട്ട് പടർന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കയ്പക്കായ ഞാൻ പറഞ്ഞല്ലോ 10-12 ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ആയിട്ട്. അപ്പോൾ ഈ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളരിയാണ്. അപ്പോൾ നമുക്ക് വെള്ളരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൊട്ടിച്ച് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വേണ്ട വെള്ളരിക്കായ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഒരു 5-6 ഉണ്ടായിട്ടുണ്ട് എൻ്റെ അറിവിൽ. ഇത് എവിടെയുണ്ട് ഒക്കെ ചെറുതാണ്, ബാക്കി വലുതുള്ളതൊക്കെ നമ്മൾ ആ വിഷുവിൻ്റെ ടൈമിൽ പൊട്ടിച്ചു. ഇനി പിന്നെ പറഞ്ഞാൽ കുമ്പളം ഉണ്ടായിട്ടുണ്ട്. കുമ്പളം നമുക്കൊരു പ്രശ്നം എന്നുണ്ടെങ്കിലേ എൻ്റെ അറിവിൽ അറിയാൻ സാധിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ഒരു ചേട്ടനുണ്ട്, സുരച്ചേട്ടൻ പറഞ്ഞിട്ടാണ് ആളുടെ ഐഡിയയിലാണ് ഇത് ഫുള്ള് വെച്ചതൊക്കെ കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. തണ്ട് മൂത്തതിന് ശേഷം, എനിക്കതിനെ കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല, തണ്ട് മൂത്തതിന് ശേഷം ഉണ്ടാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര നാളത്തിന് ശേഷം ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പമായി വരുന്നുണ്ട് കുമ്പളങ്ങ. അത് സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും പാളിയെന്ന് പറയാനുള്ളത് മത്തങ്ങയിലാണ് കേട്ടോ. മത്തങ്ങയിൽ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞ കളർ വന്നു, പെട്ടെന്ന് വന്നതാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇലകൾ ഇപ്പോൾ പുതിയതായിട്ട് മുളച്ച് വരുന്നത്, തണ്ട് വരുന്നതൊക്കെ ഒരു മഞ്ഞ കുത്തുത്തായിട്ട് വരുന്നുണ്ട്. നമുക്കിതിന് വളം ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്, മാഗ്നീഷ്യം. എനിക്ക് കറക്റ്റായിട്ട് എന്താ അറിയണമെന്ന് അറിയില്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് വളം ഇട്ടാൽ മതി ശരിയാവും എന്നാണ് പറഞ്ഞത്. നമുക്ക് 2-3-5 വട്ടം ഉണ്ടായി മത്തങ്ങ. അതോടെ ഒരു തുമ്പി മറ്റു സാധനം വന്ന് കടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരെണ്ണം അത്യാവശ്യം വലുപ്പമായത്, അത്ര വലുപ്പമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറുതാണ്. ഇതുണ്ടാവുമെന്ന് ഉറപ്പില്ല. ഇപ്പോൾ ഒരു 4-5 വട്ടം ഇങ്ങനെ വന്നു, പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറിയാം ഇനി എങ്ങനെയാണ് ഉണ്ടാവണമെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയാട്ടാ. നമ്മുടെ തണ്ണിമത്തം കുത്തിയിട്ടുണ്ട്. മഞ്ഞ കളറിലുള്ള തണ്ണിമത്തന ഒരു ദിവസം നമ്മൾ വീട്ടിൽ നമ്മുടെ അടുത്തുള്ള പച്ചക്കറി പീടികയിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ വിത്ത് ചുമ്മാ മുളപ്പിച്ച് നോക്കിയതാ. അപ്പം നമ്മുടെ ഫുള്ളായിട്ട് നമ്മൾ പറയില്ലേ നല്ല രീതിയിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇനി ഉണ്ടാവില്ല എന്ന് ദൈവത്തിനറിയാം. നമുക്ക് നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എത്ര നാളത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന്. ഇപ്പം അധികം വലിപ്പമൊന്നുമില്ല. നമ്മൾ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 3 ആഴ്ചയുടെ അടുത്തായിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തെക്കേ സൈഡാണ് കേട്ടോ. അപ്പോൾ തെക്കേ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൊള്ളി വെച്ചിട്ടുണ്ട്. കൊള്ളി ഞങ്ങളുടെ ഈ മണ്ണിൽ ഉണ്ടാവാത്തതാണ്. ഒന്നാമത് കഴിച്ചതിന് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് കൊള്ളി ഉണ്ടാവാറില്ല. എന്നാലും നമ്മൾ കൊള്ളി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇനി എപ്പോൾ ഉണ്ടാവും എന്തുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുമ്പളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രസത്തിൻ്റെ ബേസിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ. രസത്തിൻ്റെ ബേസിൽ തുടങ്ങിയാലും ഉണ്ടായി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡിക്കാണ് ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ്. അപ്പോൾ ഡാഡിയും കാലത്തായിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടേക്ക് തന്നെ വരിക. പിന്നെ നമ്മളിവിടെ എപ്പോഴും വെള്ളം നോക്കിയിട്ടുണ്ട്. ഒരു പയറിൻ്റെ കാര്യം കേട്ടോ. പയറിൽ നല്ല രീതിയിൽ ഉണ്ടായി വന്നായിരുന്നു. ഒരു മണ്ടരി എന്നാണ് പറയുന്നത്, ഒരു കറുത്ത കളർ സാധനം ഫുള്ള് ചെടിയുമ്പോൾ വന്നു. അതിനുശേഷം ഫുള്ളായിട്ട് ഇത് എന്താ പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങൾ ചെറുതാണ്. എൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് വെണ്ണൂറ് എന്ന് പറയില്ല, നമ്മുടെ ഇലകളൊക്കെ കത്തിച്ചതിൻ്റെ വേസ്റ്റ് ചെയ്യുന്ന മേത്തേക്കൂടെ തെളിച്ചു കൊടുത്തിരിക്കുക. പയറിൻ്റെ വലിപ്പം കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഒരു കറുത്ത സാധനം വന്നിട്ടുണ്ട്. അതിൻ്റെ പകരമായിട്ട് നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നനച്ചിട്ട് അത് നമുക്കിവിടെ മറ്റേ വെണ്ണൂറ് വിതറിയിരിക്കുകയാണ്. അത് പോകാൻ വേണ്ടിയിട്ട് മണ്ടരി എന്നാണ് അമ്മാമ്മ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് ഫുള്ളായിട്ട് കാണാൻ. ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. അപ്പോൾ ഇത്ര വലിയ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊരു വലിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒരു തെക്കേ സൈഡ് ഫുള്ള് സൈഡിൽ നമ്മൾ ഓരോന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മിളക് തൈ വെച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. തണ്ണിമത്തം നമ്മൾ വെച്ചത് കുറേ കുത്തി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിറച്ച് കുത്തിയിട്ടുണ്ട്. ഇവിടെയുണ്ട്, ആ സൈഡിലായിട്ടുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കടയിൽ വാങ്ങിക്കുന്ന മുളക് ഉണ്ടല്ലോ, അതിൻ്റെ കുരു നമ്മൾ വേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചുമ്മാ വിതറിയിട്ടുണ്ടായിരുന്ന. അപ്പം അത് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് വലുതാവില്ല എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പിന്നെ ഇവിടെയുണ്ട്, ഇവിടെ വേണ്ട, ഇവിടെ ഇതൊക്കെ ഇപ്പം എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്തപ്പോൾ ഈ പറമ്പിൻ്റെ ഫുൾ ഏരിയയിൽ നമ്മൾ വെച്ച് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു പച്ച കളറാണ്. മെയിനായിട്ട് കാര്യം തന്നെ നമ്മളിവിടുത്തെ ഫുള്ള് പുല്ല് ഇതിനു വേണ്ടി വൃത്തിയാക്കി. അപ്പോൾ നല്ല ക്ലിയറായിട്ട് സൂപ്പറായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം അപ്പോൾ ഈ സൈഡിലായിട്ടാണ് നമ്മൾ കവറിലുള്ള ചെടികൾ വെച്ചിട്ടുള്ളത്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറി വരുന്നിടത്തായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് പച്ചക്കറി കടയിൽ ഒന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ സ്വയമായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള
പച്ചക്കറി നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.